നമസ്കാരം. ട്രംപിന്റെ ഭീഷണി മോദിക്കെതിരെ വേണ്ടെന്ന റഷ്യൻ പ്രസിഡന്റ്. റഷ്യയും ഇന്ത്യയും കൈകോർക്കുന്നു, അമേരിക്ക പുറത്താകുന്നു. നരേന്ദ്രമോദിയെ സമ്മർദ്ദത്തിലാക്കുവാനുള്ള നീക്കം വിലപ്പോവില്ല എന്ന് പറയട്ടെ. ട്രംപിനെ പരോക്ഷമായിട്ട് വിമർശിച്ച് ഇന്ത്യയെ പുകഴ്ത്തുന്ന പുടിന്റെ വാക്കുകൾ. റഷ്യയും ഇന്ത്യയും കൈകോർക്കുന്നു, അമേരിക്ക പുറത്തു പോകേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നു. റഷ്യയുമായുള്ള നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുവാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ വിലപ്പോവില്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുറന്നു പറഞ്ഞിരിക്കുന്നു. ട്രംപിന്റെ ഭീഷണി മോദിക്കെതിരെ വേണ്ടെന്ന് വളരെ കൃത്യമായിട്ടുള്ള പുടിന്റെ തുറന്നു പറച്ചിൽ. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ തലവന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തെ പ്രശംസിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് പുടിൻ രംഗത്തെത്തിയത്. ഇന്ത്യ റഷ്യയുടെ വിശ്വസ്ത പങ്കാളിയാണ് എന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളുമായുള്ള സഹകരണത്തെ ഭീഷണിയായി കാണുന്നില്ല എന്നും പുടിൻ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുന്നത് തികച്ചും വ്യർത്ഥമാണ് എന്ന് പുടിൻ പറഞ്ഞതായിട്ട് വാർത്താ ഏജൻസിയായിട്ടുള്ള റോയിട്ടേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ ചെലുത്തുന്ന ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടും പരാമർശിച്ചുകൊണ്ടുമായിരുന്നു വ്ളാഡിമിർ പുടിന്റെ പ്രതികരണം. ഇന്ത്യയുടെ ആഭ്യന്തര വിദേശ തീരുമാനങ്ങളിൽ പുറത്തുനിന്നുള്ള ശക്തികൾ ഇടപെടാൻ ശ്രമിക്കുന്നത് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി പുടിൻ നൽകി കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ നയിക്കുന്ന നരേന്ദ്രമോദിയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങൾക്കും ഉഭയകക്ഷി സൗഹൃദങ്ങൾക്കും വലിയ പരിക്കേൽപ്പിക്കുമെന്ന് ഇന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുകൂടി റഷ്യൻ പ്രസിഡന്റ് ഓർമ്മിപ്പിക്കുകയാണ്. ഊർജം, വ്യാപാരം, പ്രതിരോധം എന്നീ മേഖലകളിൽ റഷ്യയുമായി ഇന്ത്യ തുടരുന്ന ശക്തമായ പങ്കാളിത്തത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുള്ള ആശങ്കകളെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ലക്ഷ്യമിട്ടത്. എന്നാൽ ഇത്തരം ബാഹ്യ ഇടപെടലുകളോ ഭീഷണികളോ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന് കൂടി പുടിൻ എടുത്തു പറയുന്നു. ഈ ബന്ധങ്ങൾ എവിടെ നിന്ന് വന്നാലും തങ്ങളെ അത് ബാധിക്കില്ല എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സുദൃഢമായ ബന്ധത്തെക്കുറിച്ച് തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നുകൂടി പുടിൻ പറഞ്ഞു വെക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കൂടി അദ്ദേഹം ഉറപ്പിക്കുകയാണ്. വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ വരുമെന്നും അത് ഉയരുമെന്നും റഷ്യൻ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. ഇന്ത്യ വലിയൊരു രാഷ്ട്രവും ശക്തമായ ജനാധിപത്യ രാജ്യവുമാണ് എന്ന് വിശേഷിപ്പിച്ച പുടിൻ സ്വന്തം രാജ്യത്തിന്റെ ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി മാത്രമാണ് ഇന്ത്യ എപ്പോഴും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്നുകൂടി പുടിൻ പ്രശംസിക്കുകയാണ് ഇന്ത്യയെ. കാരണം റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, ആഗോള ബന്ധങ്ങൾ എന്ന് പറയപ്പെടുന്നത് കാലാകാലങ്ങളായി വർഷാവർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു സംവിധാനമാണ്. അതിനെ മാറ്റിവെക്കുവാനോ അല്ലെങ്കിൽ ട്രംപിനെ പോലുള്ളൊരു നേതാവിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുവാനോ ഒരിക്കലും ഇന്ത്യ തയ്യാറാകരുത് എന്നുള്ള സൂചന കൂടി പുടിൻ അതിനകത്തേക്ക് ഉദ്ദേശിക്കുന്നുണ്ട്. ട്രംപിന്റെ ഭീഷണി എന്ന് പറയപ്പെടുന്നത് ഇന്ത്യക്കെതിരെ വേണ്ട എന്നുകൂടിയുള്ള വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് പുടിൻ നൽകുന്നത് മറ്റൊന്നുമല്ല, ഏതൊക്കെ തരത്തിലും സമ്മർദ്ദത്തിലാക്കി ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുവാൻ ട്രംപ് ശ്രമിച്ചാലും ട്രംപിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളുമായി റഷ്യ ഇടപെടുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നൽകുന്നത്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയും നരേന്ദ്രമോദിക്ക് വേണ്ടിയും സംസാരിക്കുവാൻ റഷ്യൻ പ്രസിഡന്റ് തയ്യാറെടുക്കുന്നുണ്ട് എങ്കിൽ അമേരിക്കയെ ചവിട്ടി പുറത്താക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയും റഷ്യയും ഒന്നിച്ചു കൂടുന്നു എന്നാണ് അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഫിഫ്ത് ആനന്ദ് ടിവി ഫിലിം അവാർഡ്സ് ജൂൺ 13 അപ്പോളോ മാഞ്ചസ്റ്ററിൽ. For more details and tickets, call 020-8548-4897.